കുറേ പ്രാവശ്യം എന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മാനസിക വൈകല്യ കുട്ടിയാണ്, എനിക്ക് കുറേ പ്രശ്നങ്ങളുള്ളതാണ്. ഈ ഇടയ്ക്കും കൂടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാണ്, അടിയുണ്ടാക്കുന്ന പിള്ളേരുടെ കൂട്ടത്തിലുള്ളതാണ്. നമ്മുടെ GR പബ്ലിക് സ്കൂളിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ന്യൂസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പാർട്ടായിട്ടാണ് ചെയ്തത്. അപ്പം അവിടുന്ന് ഒരു കാരണവുമില്ലാതെ ടെർമിനേറ്റ് ചെയ്ത ഒരു മ്യൂസിക് ടീച്ചറാണ്. ടീച്ചറിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ടീച്ചറുടെ പേരെന്താണ്? അനിഷ്യ. എന്താണ് കാരണം നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യണം? എനിക്കറിയില്ല എന്താണ് കാരണമെന്ന് ഒന്നും അറിയില്ല. ഒരു ദിവസം കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പ്രിൻസിപ്പൽ മാം എന്നെ കോൾ ചെയ്യാണ്. ഒരു 10 മണിയൊക്കെ ആയി. ഞാൻ ജോലിക്കെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഒരു 10 മണി ആയപ്പോഴത്തേക്കും പ്രിൻസിപ്പൽ മാം എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു, മാം ഒന്ന് ഓഫീസ് വരെ വരണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോയപ്പോൾ പറഞ്ഞു, മാം റിലീവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മാമിനോട്. അപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് കേട്ട ഒരു ഷോക്ക് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ എന്താ വേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ റിസൈൻ ചെയ്യണോ മാം എന്ന് ചോദിച്ചു. പറഞ്ഞു അത് ഹരിസാറിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഹരിസാറിൻ്റെ അടുത്ത് പോയിട്ട് ഹരിസാറിനോട് ചോദിച്ചപ്പോഴേ എന്നുവെച്ചാൽ ഇങ്ങനെ ഇയാൾ പോകണം, ഇയാൾ ഇവിടുന്ന് റിലീവ് ചെയ്യണം, വേറെ ടീച്ചർ വരുന്നുണ്ട്, അഞ്ജന എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ അറിവിൽ ഞാൻ പഴയ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഞ്ജന എന്ന് പറയുന്ന ഒരു ടീച്ചർ അവിടെ ഡാൻസ് ടീച്ചറാണ് ഉണ്ടായിരുന്നത്. എന്നെ ജയ എന്ന് പറയുന്ന ഒരു ടീച്ചറിന് പകരമായിട്ടാണ് എന്നെ എടുത്തത്. ആ ടീച്ചർ റിട്ടയറായി പോയി. അതിന് പകരമായിട്ടാണ് എന്നെ എടുത്തതെന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷം റിലീവ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറയുന്നു, അഞ്ജന എന്ന് പറയുന്ന ടീച്ചറിന് വേണ്ടിയിട്ടാണ് പകരമായിട്ടാണ് എന്നെ എടുത്ത്. അവർ മെറ്റേണിറ്റി ലീവിന് പോയി, അവർ വരും, അവർ പെർമനൻറ്റ് സ്റ്റാഫാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഒരു നോട്ടീസ് പീരീഡോ ഒരു മെമ്മോയോ ഒന്നും തന്നിട്ടില്ല. തരാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയുകയാണ് ഇവിടെ നിന്ന് റിലീവ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ടെർമിനേറ്റ് ചെയ്യുന്നത്. ടീച്ചേഴ്സിൻ്റെ മാത്രമല്ല കേട്ടോ, സെക്യൂരിറ്റി ജീവനക്കാരുൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവരെ അങ്ങ് ടെർമിനേറ്റ് ചെയ്യാം, നാളെ വരണ്ടെന്ന് പറയുന്ന രീതി. ഇത് ഏത് സ്ഥാപനത്തിലാണ് നടക്കുന്നതെന്ന് ഒരു സ്കൂളിലാണ്, കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്കൂളിലാണ്, ഇത്രയും വലിയൊരു സ്കൂളിലാണ് ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇതുവരെയും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാരും പ്രതികരിച്ചില്ല. ഇപ്പോൾ ഒരാൾ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നപ്പോഴാണ് എല്ലാവരും അതിൻ്റെ ബാക്കായിട്ട് പറയും എനിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായി എന്ന് പറയുന്നത് കേട്ടോ. ആർക്കും പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ നമ്മൾ നട്ടലോടെ നിന്ന് കഴിഞ്ഞാൽ അവർ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. കാരണം നമുക്ക് എവിടെ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. കുറേ പ്രാവശ്യം എന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മാനസിക വൈകല്യ കുട്ടിയാണ്, എനിക്ക് കുറേ പ്രശ്നങ്ങളുള്ളതാണ്. ഈ ഇടയ്ക്കും കൂടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാണ്, അടിയുണ്ടാക്കുന്ന പിള്ളേരുടെ കൂട്ടത്തിലുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ തന്നെ ഇത് മൊത്തത്തിൽ അവമാനിപ്പിക്കുകയാണ്. എന്നെപ്പറ്റി ഒന്നും ആൾക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. എൻ്റെ പേര് പോലും അറിയാമോ എന്ന് വലിയ ഡൗട്ടുണ്ട്. ബട്ട് എന്നെപ്പറ്റി ഇങ്ങനെ വന്നിട്ട് മാനസിക രോഗിയാണ്, മാനസിക വൈകല്യമുള്ള കുട്ടിയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ എന്തിനാണ് പറയുന്നത് എന്തോ. ഇപ്പോൾ മാന്യമായിട്ട് പറഞ്ഞു വിട്ടായിരുന്നെങ്കിൽ ശരി, പ്രശ്നമില്ല. വെറുതെ എന്നെ, എൻ്റെ വാപ്പയെ, എൻ്റെ ഉമ്മയെ എല്ലാം ഇങ്ങനെ അവമാനിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ എന്താണ് പോയിന്റ് ഉള്ളത്? ഇതെൻ്റെ ഉമ്മയെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. എൻ്റെ ഉമ്മ GR പബ്ലിക് സ്കൂളിലത്തെ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ അവിടെ പ്രിൻസിപ്പളായിരുന്നപ്പോൾ എൻ്റെ ഉമ്മയെ എപ്പോഴും വന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ ഇൻഎക്സ്പീരിയൻസ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും വന്ന് എൻ്റെ ഉമ്മയെ മെൻ്റലി കുറേ പ്രശ്നങ്ങളൊക്കെ കൊടുത്ത് എപ്പോഴും എൻ്റെ ഉമ്മ റിസൈൻ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ആൾക്ക്. അങ്ങനെ പക്ഷേ എൻ്റെ ഉമ്മ റിസൈൻ ചെയ്തില്ല. അവസാനം എൻ്റെ ഉമ്മാനെതിരെ പറയാനൊന്നും കിട്ടാത്തപ്പോൾ ആളുടെ കൈയക്ഷരത്തിൽ തന്നെ ഒരു ഊമക്കത്തെഴുതി ഇത് CBSEയിലോട്ട് ഫോർവേഡ് ചെയ്തു. ആ ഫോർവേഡ് ചെയ്ത കത്തിൽ വന്നിട്ട് പ്രിൻസിപ്പളുടെ മാനസിക രോഗിയാണ്, മാനസിക വൈകല്യമുള്ള കൊച്ചാണ്, പൊതുവെ ബാക്കി വിദ്യാർത്ഥികൾക്കും പ്രശ്നക്കാരനാണ്, ഇങ്ങനെയൊക്കെ എന്നെപ്പറ്റി ഫോൾസ് എലിഗേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വാപ്പയെ പറ്റി, എൻ്റെ വാപ്പ ലൈംഗിക ചൊവ്വയുടെ വനിതാ സ്റ്റാഫുകളൊക്കെ നോക്കുന്നുണ്ട്, ആയമാരെ നോക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വന്നിട്ട് എൻ്റെ വാപ്പയെ പറ്റി പറഞ്ഞു. പിന്നെ എൻ്റെ വാപ്പയെ തീവ്രവാദി എന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഇത് തീവ്രവാദ ബന്ധമുള്ള ആൾക്കാരെ സ്കൂൾ ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് ഇത് മാനേജ്മെൻറ്റ് ഇല്ലാത്ത നേരം നോക്കി കൊണ്ടുവന്നു. നമ്മളിവിടെ സ്കൂൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെപ്പാടെ വന്നിട്ടുള്ള എൻ്റെ ബന്ധുക്കൾ മാത്രം, അത് കല്യാണം വിളിക്കാൻ വേണ്ടി വന്നത്. ഇവർ വന്നിട്ട് മാനേജ്മെൻറ്റ് ഇല്ലാത്ത നേരം നോക്കി തീവ്രവാദികളെ കൊണ്ടുവന്നെന്ന് ആക്കി. ഇവിടെ പഠിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ ആൾ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് വന്നിട്ട് ഇത് മന്ദബുദ്ധിയാണ്, ഇത് പ്രശ്നക്കാരനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്കെതിരെ ഫോൾസ് എലിഗേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ് ഓൾറെഡി 1 മന്ത് ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫീസ് അടച്ചിട്ടുണ്ട്, യൂണിഫോം വാങ്ങിച്ചിട്ടുണ്ട്, ബുക്കും വാങ്ങിച്ചിട്ടുണ്ട്.
പിന്നെ ഈ കേസ് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടെന്ന് എന്ത് തെളിവുണ്ട്, ബാങ്ക് റിസീറ്റ് വല്ലതും ഉണ്ട്? പക്ഷേ ഈ ആൾ വന്നിട്ട് എല്ലാം ക്യാഷ് ആയിട്ടാണ് പേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഒരു ഇതും ഇല്ല. അതുകൊണ്ട് ഒരു പ്രൂഫ് അങ്ങനെ കൊണ്ടുവരാനും പറ്റത്തില്ല. ഇങ്ങനെ എന്നെ മാനസിക രോഗി എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അവരൊക്കെ എന്നെ കളിയാക്കില്ലേ? അവരൊക്കെ എന്നെ പറ്റി എന്താണ് വിചാരിക്കുന്നത്? എനിക്ക് വന്നിട്ട് എൻ്റെ കൂട്ടുകാരായിട്ടൊക്കെ വന്നിട്ട് ഓപ്പൺ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ അവരെന്നെ പറ്റി എന്തൊക്കെ വിചാരിക്കും? ഈ സൊസൈറ്റി, ടീച്ചേഴ്സ് എല്ലാവരും ഒക്കെ വന്നിട്ട് എന്നെ പറ്റി ഓൾറെഡി ഒരു ഇമേജൊക്കെ വന്നിട്ട് ഓൾറെഡി പിക്ചർ ചെയ്ത് വെച്ചിരിക്കും. ആ ഒരു ഇമേജിൽ എനിക്ക് ഇരിക്കാൻ താല്പര്യമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള സ്വഭാവം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ടീച്ചേഴ്സിനെ വന്നിട്ട് പോണതിന് മുമ്പ് മെയിൽ ആൻഡ് ഫീമെയിൽ എല്ലാ ടീച്ചേഴ്സിനെ ഞാൻ വന്നിട്ട് കൈ കൊടുത്തിട്ടാണ് പോകുന്നത്. എനിക്ക് ഈ സ്കൂളിൽ പഠിക്കാനാണ് താല്പര്യം. എനിക്കിവിടെ പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഞാൻ ഇപ്പോൾ 10th ആണ്. ഇപ്പോൾ 10th പകുതിയിൽ വെച്ചിട്ട് ആളിങ്ങനെ മാറാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ മാറാൻ പറ്റില്ല. എനിക്കത് എൻ്റെ പഠിത്തത്തിനെ ബാധിക്കും. ബാക്കി എല്ലാ സ്കൂൾസിലൊക്കെ വന്നിട്ട് ഇത് സിലബസ് ഒക്കെ തുടങ്ങി കാണും. ഇവിടെ കേരളയിലെല്ലാം വന്നിട്ട് വേറെ സ്കൂളിലും പോകാനും പറ്റത്തില്ല. പേരെന്തായിരുന്നു? എന്റെ പേര് ലക്ഷ്മി രവീന്ദ്രൻ എന്നാണ്. ഞാൻ ഡോക്ടർ ജി രാമചന്ദ്രന്റെ അനിയന്റെ മകളാണ്. ഓക്കെ മാഡം. നടക്കുന്നതെല്ലാം വളരെ മോശമായ കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് അവരെ മുഴുവൻ ഇഷ്ടത്തിന് ഇദ്ദേഹം പിരിച്ചുവിടുകയും ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ഇദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള കുറച്ച് പേരെ പിടിച്ച് ട്രസ്റ്റ് ആക്കി വെച്ച് 2019 സിസ്റ്റർ മൈഥിലി എന്ന് പറയുന്ന മാഡം അസുഖമായതിനു ശേഷം ഞങ്ങൾ ആരെയും കാണാനും സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും കാണാനും പറ്റിയിട്ടില്ല. പുള്ളിയുടെ കയ്യിൽ പക്ഷെ ഇതിന്റെ ട്രസ്റ്റിൽ വളരെ വലിയ ആൾക്കാരുണ്ടായിരുന്നു. ലംബോദരൻ നായർ സാറും വേറെ കുറച്ച് പരിചയസമ്പന്നരായിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങളെ ഫാമിലി ഇതിനെ കുറിച്ച് ഞങ്ങൾ വിട്ടുനിന്നു. കാരണം സിസ്റ്റർ മൈഥിലിയുടെ മരണം വരെ സിസ്റ്റർ തന്നെ നോക്കട്ടെ എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ പോയത്. സിസ്റ്റർ മൈഥിലിയുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിക്ക് ഇതിൽ അവകാശമുണ്ട്. അവകാശമുണ്ട്. അപ്പൊ ഞങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോ ഈ സിസ്റ്റർ മൈഥിലിയുടെ മരണം എന്ന് പറയുന്നത് തന്നെ ഒരു സാഹചര്യത്തിലുണ്ടായതാണ്. അതിന്റെ തന്നെ ഒരുപാട് അലിഗേഷൻസ് അവിടെ പറയുന്നുണ്ട്. സ്ലോ പോയിസണിങ് നടത്തി എന്ന് പറയുന്നുണ്ട്. ഈ ട്രീറ്റ്മെന്റ് ഒന്നും കറക്റ്റ് ആയിട്ട് കൊടുക്കാതെ ആണോ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഇയാൾ പറയുന്നത് ഇയാൾ ജി രാമചന്ദ്രനെ ഫാമിലിയിലുള്ളതാണെന്ന്. ഇയാൾക്ക് ജി രാമചന്ദ്രനെ അറിയില്ല, കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഫാമിലിയിലോ യാതൊരു ബന്ധവും ഇയാൾക്ക് ഞങ്ങളുടെ ഫാമിലി ആയിട്ടില്ല. ജി രാമചന്ദ്രനായിട്ട് ഒരു ഫാമിലിയോ ഒരു കണക്ഷനോ ഈ മനുഷ്യനില്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷം സിസ്റ്റർ മൈഥിലിയുടെ കൂടെ കൂടിയതാണ്. അവർക്ക് കുറെ വീക്ക്നെസ് ഉണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ വീക്ക്നെസ്സിൽ ഒരു വീക്ക്നെസ് ആണ് ഇയാള്. അത് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് ഞാൻ പറയാണ്. പക്ഷെ ഇനി ഞങ്ങൾക്കും ഇയാളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇത് ജി രാമചന്ദ്രന്റെ സ്വപ്നമാണ് ഈ സ്കൂളും ആ സ്ഥാപനങ്ങളും എല്ലാം. എല്ലാം അയാൾ നശിപ്പിക്കുകയാണ്. എത്ര കോടി പൈസ അയാൾ അവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് ഒരുപാട് അടിച്ചു മാറ്റി. ഈ മോഹനകുമാരി എന്ന് പറയുന്ന അക്കൗണ്ട്സ് ഓഫീസറിന് കൊണ്ടുപോയിട്ടുള്ള പൈസ എത്രയാണെന്ന് കണക്കില്ലെന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഇയാളുടെ ആരോ കസിനോ മറ്റെയാണ്. കസിനാണ്. മേഡം അവിടെ നേരത്തെ വർക്ക് ചെയ്തിരുന്നല്ലോ. ജോയിൻ ചെയ്യുന്ന സമയത്താണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ മേഡം 6 മാസം കഴിഞ്ഞത് തന്നെ കുറെ പേരെ അങ്ങനെ ഉദ്ദേശത്തിലുള്ള ആളെല്ലാം എന്ത് കഴിഞ്ഞാൽ വിട്ടു കളയും നമ്മളെ. അങ്ങനെയാണ് ഉദ്ദേശ കാസ്റ്റാണ്. ഓ തന്നെ. പിന്നെ 10-14 വർഷം കൊണ്ട് സർവീസ് ഇരുന്നവരല്ലേ. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വ്യക്തത ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നീക്കിയതാണ്. അയ്യൊക്കെ അങ്ങനെ കുട്ടികളൊന്നും ഉള്ള ഒരു ഇതൊന്നുമില്ല. കുട്ടികളുടെ ഇല്ല, പാരന്റ്സിന്റെ കൂടെ കള്ളത്തന്നെ അല്ലാതെ അയാളാക്കിയത്. ഞാനാണ് സാർ ഒരു കനേഡിയൻ സിറ്റിസന്റെ അഡ്മിഷൻ എടുത്തെന്ന് വരെയാണ് ഇയാള് ക്യാമറ ഓഫീസിന് ലെറ്റർ കൊടുത്തത്. അങ്ങനെയാണ് എനിക്ക് ഗ്രാറ്റുവിറ്റി ഇല്ലാതായത്. അയ്യോ, കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറ്റമൊക്കെ? മാഡത്തിന്റെ പേര് ബീന. ഓക്കെ. അപ്പൊ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. കാരണം ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരാളെങ്കിലും പ്രതികരിക്കണമല്ലോ. പ്രതികരിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് ഇനി നിൽക്കുന്ന ആൾക്കാരായാലും ഈ ഒരു അനുഭവം. മാഡം അങ്ങനെ പറഞ്ഞു. മാഡത്തിന്റെ ആ വിഷമത കണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന റീല് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. അതെ. അല്ലാതെ മാമും ഞാനുമായിട്ട് ഒരു പരിചയവും ഇല്ല. അവിടെ പിന്നെ ഞാൻ ഇറങ്ങിയ പിന്നീട് ഓരോ വർഷം ഓരോ പ്രിൻസിപ്പളായി. അത് തന്നെ. സെക്യൂരിറ്റി ആവശ്യമില്ലാതെ ഈ നിയമിക്കുന്ന പ്രിൻസിപ്പലിന് ഒരു ബുക്ക് നമ്പർ 4 എന്നും പറഞ്ഞ് അതിൽ തന്നെ അതിനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു സ്കൂളില് 10-30 ടീച്ചേഴ്സും 2500 കുട്ടികളും ഉള്ളപ്പോഴാണ് ഞാൻ അവിടെ സർവീസിൽ ഇരുന്നത്. ആ സമയത്ത് PF വന്ന ഇൻസ്പെക്ഷൻ വന്ന ഒരു സാറ് പറഞ്ഞിട്ടുള്ളത് പ്രിൻസിപ്പലിന്റെ പേര് ഫസ്റ്റ് ബുക്കില്
ഫസ്റ്റ് എൻട്രി ചെയ്യണം, അല്ലെങ്കിൽ അത് ലാസ്റ്റ് എൻട്രി ചെയ്യണം. കാര്യം ഒരു പ്രിൻസിപ്പൾ ഇല്ലാതെ ഒരു സ്കൂൾ മുന്നോട്ട് പോകില്ല. ഞാൻ ക്ലർക്കായിരുന്നു, ഓഫീസ് ക്ലർക്കായിരുന്നു. അപ്പൊ നമ്മളാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ 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 അതെ. അന്ന് ഓഫീസേഴ്സായിട്ട് നമ്മളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനും ബിനു എന്ന് പറഞ്ഞ ഒരു ക്ലർക്കുമായിരുന്നു. ടീച്ചേഴ്സ്, ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ് ഞാനിപ്പോ ഈ മെസ്സേജ് ഇടുന്നത്. നമ്മൾ 2 ദിവസമായി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ ഗ്രൗണ്ടില് വേസ്റ്റ് വാട്ടർ നമ്മൾ വിട്ടുവെന്നും അതുകൊണ്ട് ആർക്കോ വഴി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അത് നമ്മുടെ കിണറും നമുക്കൊരു ആ ഗ്രൗണ്ടിൽ ഒരു കിണറുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പൊ ആ വെള്ളമാണ് കുട്ടികൾ കുടിക്കുന്നതെന്നും അങ്ങനെ ദോഷമുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീയാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് അവരുടെ ഇത് പോസ്റ്റ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്, ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ പല ടീച്ചേഴ്സും വിളിച്ച് ചോദിക്കുന്നുണ്ട്. കാരണം കുട്ടികളുടെ പാരന്റ്സ് ഒക്കെ അത് അറിയുമ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു പാരന്റ് എന്ന നിലയിൽ ഞാനാണത് കണ്ടാൽ പോലും നമ്മളത് വിളിച്ച് ചോദിക്കും. നമ്മുടെ കുട്ടികളുടെയൊക്കെ ആരോഗ്യവും ആയുസ്സും നമുക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 2500 പിള്ളേരോളം പഠിക്കുന്ന ഒരു സ്കൂളിൽ എല്ലാവർക്കും അതിനെ കുറിച്ചൊരു വിഷമം ഉണ്ടാവും. അങ്ങനെ പല എൻക്വയറി പലയിടത്തു നിന്ന് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾ കൈ കഴുകുന്ന ക്യാൻറ്റീന്റെ സൈഡുള്ള ഒരു ടാങ്ക്, ആ ക്യാൻറ്റീന്റെ കുട്ടികൾ കൈ കഴുകുന്ന വെള്ളം വന്ന് സ്റ്റോർ ചെയ്യുന്ന ഒരു ടാങ്ക് ഓവർഫ്ലോ ആയി കുറെ വെള്ളം നമ്മുടെ ഗ്രൗണ്ടിലോട്ട് പോയി. നമ്മുടെ ഗ്രൗണ്ടിലോട്ട് കുറച്ച് വെള്ളം അവിടെ നിന്ന്, അതായത് കുട്ടികൾ കൈ കഴുകുന്ന വെള്ളമാണ്.